വാർത്താ സമ്മേളനത്തിനിടെ ശരീര അധിക്ഷേപം നടത്തിയ യൂട്യൂബർക്ക് ചുട്ട മറുപടി നൽകി മലയാളി താരം ഗൗരി ജി കിഷൻ. അതേഴ്സ് എന്ന തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു സംഭവം. യൂട്യൂബർ ചിത്രത്തിലെ നായകനോട് നായികയെ എടുത്തുപൊക്കിയപ്പോൾ ഭാരം അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചതിനെതിരെയാണ് താരം പ്രതികരിച്ചത്. ഗൗരിയെ പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി പേരാണ് എത്തുന്നത്. എന്നാൽ ചിത്രത്തിന്റെ സംവിധായകൻ അബിൻ ഹരിഹരനും ആദിത്യ മാധവനും വിഷയത്തിൽ പ്രതികരിച്ചില്ല. இது பாடி ஷேமிங் நீங்க கேட்டா அதான் பாடி ஷேமிங் நீங்க சொல்லுங்க உங்க ரேட்டுக்கு ஏத்த ரேட் சொல்ல பாருங்க அதுதான் பாடி ஷேமிங் நீங்க ரேட்டுக்கு ஏத்த பாடி ஷேமிங் நீங்க என்ன I'm the only woman in this place. இப்படி கத்துறாரு இவ்ளோ there is no woman here. Madam, you target ஒரு basic respect காமிக்காம என்ன வச்சு கத்துறீங்க இல்ல? என்ன எவ்வளவு கேவலம் பண்றீங்க? அன்னைக்கு நான் உங்களுக்கு சொல்லல, நான் உங்களை ரெஸ்பெக்ட் பண்ணேன். சரி, அது நான் அந்த கேள்வி ப்ராசஸ் பண்றதுக்கே அந்த டைம் எடுத்துது. அதனால தான் அன்னைக்கு நான் உங்களுக்கு சொல்லல. ஆனா என்ன அந்த மென்டல் சார் நான் சொல்றேன், டோன்ட் இன்டரப்ட் மீ. நான் சொல்றது every woman has a different body type. என்னோட பிரச்சனை உங்களுக்கு எப்படி தெரியும்? எனக்கு ஹார்மோனல் பிரச்சனை. அது என்ன பத்தி கேட்டா சொன்னா எனக்கு ஒரு ஒபினியன் இருக்காதா? நீங்க தான் ஹீரோயின். ஆமா, அது நீங்க ஆக்சுவலா மன்னிப்பு வேணும். நான் ஒரு நிகழ்ச்சி நடத்திட்டு ஷோ போட விட்டு பேசுறேன் சார். நீங்க you're not doing this. நான் மன்னிப்பு கேட்க சொல்லிட்டு முடியும். நான் செய்யல. ஏன்னா இது படம் 100 கோடி ரூபாய் போட்டு நீங்க ஒரு படம் எடுக்கிறீங்க, டிஸ்டர்ப் பண்ணக்கூடாது. ஆனா அவன் பேச திருப்பி நான் புரிஞ்சுன்ற வார்த்தை நீங்க வேண்டி உங்களுக்கு போட்டு பாராட்டுறீங்களா? அவங்க தான் எழுதிருக்காங்க. உங்களுக்கு தமிழ் தெரியுமா? நான் நீங்க என்ன பண்ண போறீங்க? അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഗൗരി ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് പോലും അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ല. ഗൗരി ആ ചോദ്യത്തോട് പ്രതികരിച്ച രീതിയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയോ നാളുകളായി നടന്നു വരികയാണ്. നായികയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് ഉത്തരം പറയുന്ന അത്തരം ആളുകളെ കണ്ട് ശീലിച്ച ഒരു തലമുറയ്ക്ക് മുന്നിലേക്കാണ് ഗൗരിയെ പോലെയുള്ള ധൈര്യമുള്ള പെൺകുട്ടികൾ വരുന്നതും ആ ചോദ്യത്തിലെ പ്രശ്നത്തെ ചോദ്യം ചെയ്യുന്നതും. ഇതേക്കുറിച്ച് സിനിമയുടെ അധികൃതർ ആരെങ്കിലും, പിന്നീട് സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ആ വേദിയിൽ പോലും ഗൗരി ഒറ്റയ്ക്ക് നിന്ന് ആ വിഷയം സംസാരിക്കുന്നതാണ് കാണുന്നത്. കൂടെ ഇരിക്കുന്നവർ പോലും ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ടിന് വരുന്നതായി നമ്മൾ ആ വീഡിയോയിൽ കാണുന്നില്ല.
അതെ, തീർച്ചയായിട്ടും ശ്രീജ. ഈ സിനിമയുമായി ബന്ധപ്പെട്ടവർ കുറ്റകരമായിട്ടുള്ള ഒരു മൗനമാണ് ആ സമയത്ത് പുലർത്തിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത് സംവിധായകനായിട്ടുള്ള അബിൻ ഹരിഹരനാണെങ്കിലും അതുപോലെ തന്നെ നടനായിട്ടുള്ള ആദിത്യ മാധവനാണെങ്കിലും രണ്ടുപേരും മിണ്ടാതെ ഇരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ സംവിധായകൻ അബിൻ ഹരിഹരൻ തുടർച്ചയായിട്ട് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ എന്ന് പറഞ്ഞ് വിഷയം സബ്ജക്റ്റ് മാറ്റുക എന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തത്. മാത്രമല്ല സിനിമയുടെ PRO ആ സമയത്ത് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാം എന്ന് പറഞ്ഞ് ഈ താരത്തിനെ ഗൗരി കൃഷ്ണയും ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുകയായിരുന്നു ചെയ്തത്. അല്ലാതെ ഈ താരത്തിനെ ഈ നടിയെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരുവിധ പ്രതികരണവും ഈ ചലച്ചിത്ര അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പിന്നീട് ഈ നടൻ്റെ പേരിലുള്ള, അതായത് ഈ ആദിത്യ മാധവൻ്റെ പേരിലുള്ള ഒരു എക്സ് പ്രൊഫൈലിൽ നിന്ന് ഈ നടിക്ക് പിന്തുണയുമായിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. എന്നാലിത് താരത്തിൻ്റെതാണ് എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാര്യം ഇത് ഒരു വെരിഫൈഡ് അക്കൗണ്ട് അല്ല. എന്നാൽ ഈ നടൻ്റെ പേരിലുള്ളതാണ്, ആദിത്യ മാധവൻ എന്ന് പറയുന്ന നടൻ്റെ പേരിലുള്ളതാണ്. ഇതിലൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഈ നിശബ്ദത അത് ഈ ബോഡി ഷെയ്മിങ്ങിനെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമില്ല. താൻ ഈ വിഷയം കണ്ട്, ഈ സംഭവം കണ്ട് താൻ അമ്പരന്നിരിക്കുകയാണ് ചെയ്തത്. തൻ്റെ അരങ്ങേറ്റ ചിത്രമാണ്, അതുകൊണ്ട് തന്നെ എന്ത് പ്രതികരിക്കണം എന്നറിയാതെ താൻ ഇരുന്നതാണ്. അല്ലാതെ താൻ ബോഡി ഷെയ്മിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നാണ് ഈ ആദിത്യ മാധവൻ്റെ പേരിൽ വന്ന ഈ എക്സ് പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ താരത്തിൻ്റെ തന്നെയായിട്ടുള്ള വെരിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ട്. അതിലൊന്നും ഇതുവരെ യാതൊരുവിധ മാപ്പ് പറയുന്നത് പോലെയുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ഈ താരത്തിന് ഗൗരി കൃഷ്ണയ്ക്ക് പിന്തുണയുമായിട്ട് നിരവധി ആളുകൾ ഇപ്പോൾ ചലച്ചിത്ര മേഖലയിൽ തന്നെയുള്ള ഇപ്പോൾ ഗായിക ചിന്മയി ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നായികമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഈ പ്രവണത അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ പല ആളുകളും ഈ സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരുൾപ്പെടെ ഈ നടിക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്. അതേഴ്സ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ഇത്തരമൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം നടന്നത്. ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയായിരുന്നു. ഈ ചിത്രത്തിൽ ഒരു ഡോക്ടർ മധുമിത എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെയാണ് ഗൗരി ജി കൃഷ്ണ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കഥാപാത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യവും ഇന്നലത്തെ ഈ പത്രസമ്മേളനത്തിൽ ഉയർന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. നായികയുടെ ഭാരത്തിനെ പറ്റിയിട്ട് മാത്രമാണ് ചോദിച്ചത്. അതുതന്നെയാണ് ഗൗരി കൃഷ്ണ ചോദ്യം ചെയ്തതും. താൻ മാത്രമാണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്ന ഈ റൂമിൽ ഒരേ ഒരു സ്ത്രീയായിട്ടുള്ളത്. തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുന്നു. ഇത് ഈ താരത്തിനോട് കയർത്ത് സംസാരിച്ച ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമല്ല ഈ ചോദ്യം ചോദിച്ചത്. മറ്റൊരു മാധ്യമപ്രവർത്തകൻ നേരത്തെ തന്നെ ഈ ചോദ്യം താരത്തിനോട് ചോദിച്ചിരുന്നു, താരത്തിൻ്റെ ഭാരത്തിനെ പറ്റിയിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് ഇത് അവഗണിച്ച് വിടുകയായിരുന്നു ചെയ്തത്. എന്നാൽ രണ്ടാമത് വീണ്ടും മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഈ നായകനോട് താരത്തിനെ, ഈ ഗൗരി കൃഷ്ണയെ എടുത്തു പൊക്കിയപ്പോൾ ഭാരമുണ്ടായിരുന്നോ എന്നുള്ള തരത്തിൽ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഗൗരി കൃഷ്ണ ഇടപെട്ട് ഈ മാധ്യമപ്രവർത്തകൻ്റെ ഈ ചോദ്യത്തിനെ തിരിച്ച് ചോദ്യം ചെയ്തത്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നത് തനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം തനിക്കില്ല, എന്തിനാണ് താൻ മറ്റൊരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ കയറി ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ തിരിച്ച് ഗൗരി കൃഷ്ണയോട് ചോദിച്ചത്. എന്നാൽ അവർ പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്, എൻ്റെ ശരീരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ബോഡി ഷെയ്മിംഗ് പരാമർശമാണ് നടത്തിയത്, അത് ചോദ്യം ചെയ്യാൻ തനിക്ക് അവകാശമുണ്ട് എന്ന് നായിക പറയുന്നുണ്ട്. എന്നാൽ ഈ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും, അദ്ദേഹം പറയുന്ന എല്ലാ മറുപടികൾക്കും കാതോർക്കാൻ ഒരു മര്യാദ ഗൗരികൃഷ്ണൻ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഗൗരികൃഷ്ണ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങിയത് വരെ. എന്നാൽ ഈ നടിയെ സംസാരിക്കുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയിൽ കയറി ഇടപെട്ട് ചോദ്യം ചോദിച്ച് ബഹളമുണ്ടാക്കി അവിടെ ഒരു കോലാഹലം സൃഷ്ടിക്കാനാണ് ഈ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരാണെങ്കിലും മറ്റുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ ഈ സിനിമാ പ്രവർത്തകർ ഈ അബിൻ ഹരിഹരനാണെങ്കിലും ആദിത്യ മാധവനാണെങ്കിലും രണ്ടുപേരും ഈ നായികയെ പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, വിഷയത്തിൽ മൗനം പുലർത്തി ഈ സിനിമയെ പറ്റിയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ എന്നുള്ള തരത്തിൽ വിഷയത്തെ മാറ്റിക്കൊണ്ടു പോകാൻ മാത്രമാണ് ഇവർ ശ്രമിച്ചത്. സിനിമയുടെ PRO അപ്പോഴവിടേക്ക് എത്തി. അദ്ദേഹവും ശ്രമിച്ചത് നായികയെ സമാധാനിപ്പിച്ച് അവരെ നിശബ്ദയാക്കാനാണ്. എന്നാൽ നിശബ്ദയാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അവർ മുന്നോട്ടെടുത്ത് വയ്ക്കുന്നത്. അതിനുശേഷം താരം സാമൂഹ്യ മാധ്യമം വഴി പ്രതികരിച്ചിരുന്നു. ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് തനിക്ക് നേരിട്ട അധിക്ഷേപത്തെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും തന്നെ നിശബ്ദയാക്കാൻ ശ്രമിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകർക്കാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകർക്കാണെങ്കിലും ചുട്ട മറുപടി നൽകുകയാണ് താരം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ മിടുക്കിയായ ഒരു അഭിനേത്രിയാണ് ഗൗരി ജി കൃഷ്ണൻ. 96 എന്ന സിനിമയിലൂടെ എത്തിയ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന മലയാളിയായ നായികയാണ് ഗൗരി.
ഗൗരിക്കെതിരെ ഒരു പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ചോദ്യം നേരിടേണ്ടി വന്നത്. ആ ചോദ്യത്തിലെ പ്രശ്നം എന്താണെന്ന് അവിടെയുള്ള ആർക്കും, പുരുഷന്മാർക്കാർക്കും മനസ്സിലായതുപോലുമില്ല എന്നതാണ് ദുഃഖകരം. അതെപ്പോഴും അങ്ങനെയാണ്. സ്ത്രീയുടെ ഭാരം കൂടുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നായികയുടെ ഭാരം കൂടിയതുകൊണ്ട് എടുത്തു പോക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ, അല്ലെങ്കിൽ നായികയ്ക്ക് ഭാരമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ദുഃഖകരം. അത് കൂടെയുള്ള ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ, ആ സിനിമയുടെ സംവിധായകനും നായകനും പോലും ഒരു വാക്കുകൊണ്ട് ഒരു സപ്പോർട്ടുമായി എത്തിയില്ല എന്നതാണ് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ വീഡിയോ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. തുടർന്നും അങ്ങനെ ഒരു പ്രതികരണമില്ല. മറിച്ച് നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ ആ സാഹചര്യത്തെ ലഘൂകരിക്കാൻ മാത്രമാണ് അണിയറ പ്രവർത്തകർ നോക്കുന്നത്. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ആ ആക്രമണ മനോഭാവം, അല്ലെങ്കിൽ യൂട്യൂബർമാരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണ മനോഭാവമാണ് ശ്രദ്ധിക്കേണ്ടത്. തന്നെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു പെൺകുട്ടി ശ്രമിക്കുമ്പോൾ അതിനെ ഒരു ആക്രമണ സ്വഭാവത്തോടു കൂടിയാണ് നേരിടുന്നത് എന്നത് ആ വീഡിയോയിൽ വ്യക്തമാണ്.